പാണ്ഡവപക്ഷത്തേക്ക് കൂറുമാറിയ കർണന് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ വാചാലനായി. കർണ, നീയായിരിക്കും അപ്പോൾ പാണ്ഡവ മഹാരാജാവ്. നിന്റെ പട്ടമഹർഷിയായി ദ്രൗപദിയും ഉണ്ടാകും. നിനക്ക് വെഞ്ചാമരം വീശാൻ യുധിഷ്ഠിരനും വെൺകൊറ്റക്കുട പിടിക്കാൻ ഭീമസേനനും നിന്റെ ശ്വേതാസുരത്വത്തിന്റെ കടിഞ്ഞാൻ പിടിക്കാൻ അർജുനനും മത്സരിക്കും. കൃഷ്ണൻ കർണനോടപ്പോൾ അവന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. നീ സൂതപുത്രനും രാധേയനുമല്ല, പകരം സൂര്യപുത്രനും കൗന്ദയനുമാണ്. കൗന്ദയൻ എന്ന വാക്ക് കേട്ടപ്പോൾ കർണൻ ഞെട്ടിവിറച്ചു. പക്ഷേ വികാരങ്ങൾക്കപ്പുറമാണ് കർണനെ സംബന്ധിച്ച് ധർമ്മം. കൃഷ്ണ, ഇനി എനിക്കെന്തിന് രാജ്യം? അന്ന് അസ്ത്രവിദ്യാ പ്രയോഗ ദിവസം എൻ്റെ അച്ഛനമ്മമാരാരാണെന്നുള്ള ചോദ്യത്തിൽ എൻ്റെ ശിരസ് താഴ്ന്നുപോയത് നീ മറന്നുപോ. അന്ന് ആ കാഴ്ചത്തട്ടിലുണ്ടായിരുന്ന എൻ്റെ പെറ്റമ്മയ്ക്ക് ഉയർത്തണമെന്ന് തോന്നാത്ത ആ ശിരസ് ഉയർത്തിയത് ദുര്യോധനനാണ്. അവനെന്നെ അംഗരാജ്യത്തിൻ്റെ രാജാവാക്കി. എനിക്ക് അഭിമാനമുള്ള ജീവിതം നൽകിയ സുയോധനനോടൊപ്പം നിൽക്കുക എന്നത് കർണന്റെ മഹാധർമ്മമാണ്.